ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും രംഗത്തുണ്ടെന്ന് വാർത്ത വരുന്നു. ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കാമെന്ന പി.കെ. കൃഷ്ണദാസ് പക്ഷവും ആർ.എസ്.എസ് നേതൃത്വവും ആവശ്യപ്പെടുമെന്ന് അറിയുന്നു. കെ. സുരേന്ദ്രന്റെ രാജിക്കായി നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കി. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വി മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു 10-15 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം ഉപേക്ഷിച്ചു പോയ സംസ്ഥാന അധ്യക്ഷ പദവി ഇനി എന്തിനാണ് അദ്ദേഹത്തിന്, മാത്രമല്ല അദ്ദേഹം നാഷണൽ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത വളരെ ഉണ്ട് താനും. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇവിടെ സംസ്ഥാന തലത്തിൽ കിടന്ന് പിടികൂടുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് ബി.ജെ.പിയിൽ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. അതായത് ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലുമെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഏതൊക്കെ തലകൾ ഉരുളും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. നിലവിൽ തങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ആളുകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ നിന്നും മാറാനുള്ള സാധ്യതയും എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ കേരളത്തിലുള്ള നേതാക്കളും കാണുന്നുണ്ട്. ജെ.പി. നദ്ദയും അതോടൊപ്പം തന്നെ ബി.എൽ. സന്തോഷും അടക്കമുള്ള ആളുകൾ മാറി പുതിയ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ദേശീയ തലത്തിലെ പദവികൾ ഉണ്ടാകും കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ അരയും തലയും മുറുക്കി നേതാക്കൾ രംഗത്തുണ്ട്. ഒരു കാര്യം, ഈ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറികൾ ആ തെരഞ്ഞെടുപ്പുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ആ വിഷയത്തെ, ബി.ജെ.പിയിലെ ആഭ്യന്തര വിഷയത്തെ വിലയിരുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് പോലും ഒരു തിരിച്ചടി സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. പരമാവധി കുളമാക്കി ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ പ്രശ്നങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഓരോ ഗ്രൂപ്പുകളുടെയും ആവശ്യമാണ്. അതാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ആരോപണം, കൃത്യമായ തെളിവുകൾ എതിർചേരി ഇതിന് രംഗത്ത് വയ്ക്കുന്നുമുണ്ട്. ശോഭാ സുരേന്ദ്രന് വേണ്ടി കൃഷ്ണദാസ് പക്ഷവും ആർ.എസ്.എസും രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ ജനറൽ സെക്രട്ടറി പദം കിട്ടാത്ത പക്ഷം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ ഒരുപക്ഷെ വി മുരളീധരൻ ശ്രമിച്ചേക്കും എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അദ്ദേഹം 15 വർഷത്തെ കാലാവധിയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ ബി.ജെ.പിക്കുള്ളിൽ രണ്ടഭിപ്രായമില്ല. ഇനി ഒരു പക്ഷേ ബി.എൽ. സന്തോഷും അതോടൊപ്പം ജെ.പി. നദ്ദയും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ പോയാൽ, പുതിയ ആളുകൾ വന്നാൽ ജനറൽ സെക്രട്ടറി പദം കിട്ടിയില്ല എങ്കിൽ തിരിച്ചിവിടേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുമുള്ളത്. ബി.ജെ.പിയിൽ അതേസമയം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ. സുരേന്ദ്രനെ വി മുരളീധരൻ കൈവിട്ടിട്ടുണ്ട്. വി മുരളീധര പക്ഷത്ത് വലിയ ഭിന്നത ഇതിനോടകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞു. കെ. സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ചേർന്ന് പുതിയൊരു ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. അത് വി മുരളീധര പക്ഷത്തു നിന്നും അടർന്നു മാറിക്കൊണ്ടാണ് അങ്ങനെ ഒരു ചേരി രൂപപ്പെട്ടത്. നിലവിലെ പൊട്ടിത്തെറികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. അത് ഉടനൊന്നും അവസാനിക്കില്ല. ഡിസംബർ ജാനുവരി മാസങ്ങളിൽ കൂടി ഈ കാലാവസ്ഥ തന്നെ നിലനിൽക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.